അമ്മമാർക്കും കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ വെയിറ്റ് കുറവും അതല്ല തൂക്കക്കുറവ് കുട്ടികൾക്ക് അത് മാത്രമല്ല കുട്ടികൾക്കൊക്കെ കാലുവേദനയും കാൽസ്യം കുറവൊക്കെ ഉണ്ടെങ്കിലോ ഇതുപോലെ നല്ല ചൂട് പാലിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിലോ വെയിറ്റ് വർദ്ധിക്കാൻ നല്ലതാണ്, കാൽസ്യം കുറവിന് അത് പരിഹരിക്കാൻ നല്ലതാണ്. അത് മാത്രമല്ലാണ്ട് നമുക്ക് ഈ സ്പേം കൗണ്ട് വർദ്ധിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ നിങ്ങൾ രാത്രി കഴിച്ചിട്ട് കിടക്കുന്നതെങ്കിൽ ചെറു ചൂട് പാലിനോട് കൂടി കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നല്ല ഉറക്കവും കിട്ടും. സ്പേം കൗണ്ട് കുറവൊക്കെ ഉള്ളവർക്ക് സ്പേം കൗണ്ട് വർദ്ധിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ അയൺ റിച്ച് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ തലമുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് അകത്തോട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി, എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇത് വെളിയിൽ വെച്ചാലും മതി, കേട് വരത്തില്ല കേട്ടോ. അപ്പം ഇത് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സുകളൊക്കെ എടുക്കാം. ഇപ്പം ബദാം അതല്ലെങ്കിൽ പിസ്ത, ഇഷ്ടമുള്ള നട്ട്സുകളൊക്കെ ഇടാം. കൂടുതൽ ഈ മസിൽ പെയിനും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് കണ്ടോ, ഇത് മത്തങ്ങയുടെ വിത്തുകൾ, മത്തങ്ങ വിത്തില്ലേ മത്തങ്ങയുടെ അത് നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഹോൾസെയിൽ നിങ്ങൾക്കത് ഓഫർ പ്രൈസിൽ വേണമെങ്കിൽ ഒന്ന് മെസ്സഞ്ചറിലോട്ട് പോരാം, ഞാനത് ലിങ്ക് ഇട്ടുതരാം. ഓഫറിന് വാങ്ങാമല്ലോ കേട്ടോ നട്ട്സുകളൊക്കെ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇത്തിരി ഒരു നുള്ള ഉലുവായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അമ്മമാർക്കൊക്കെ നടുവേദനയൊക്കെ ഉള്ളവർക്ക്, അത് മാത്രമല്ലാണ്ട് തലമുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഒരു നുള്ള ഉലുവ കേട്ടോ, അടുത്തോടെ പോവുള്ളൂ, കുറച്ച് ഒരുപാട് ഇടരുത്. അപ്പോൾ ഒത്തിരി ഉലുവയും അതുപോലെ തന്നെ എള്ളും ബാക്കിയുള്ള ഐറ്റംസ് ഇഷ്ടമുള്ള നട്ട്സുകളെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വറക്കാം കേട്ടോ. ഈ വറുത്തിട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുത്തു വിടുവാണെങ്കിൽ പീരീഡ്സ് ടൈമിൽ വയറുവേദനയൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. ആ ഒരു ടൈമിൽ നിങ്ങളിത് ഒരു ഉണ്ട എടുത്ത് കഴിച്ചാൽ മതി, വയറുവേദന മാറാൻ നല്ലതാണ്. അപ്പം ഈ ക്രമം തെറ്റിയുള്ള പീരീഡ്സൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്കതൊന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഈന്തപ്പഴമില്ലേ, ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു വാളം ഈന്തപ്പഴം ഇതുപോലെ ഒന്ന് കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളവിടെ വറുത്ത് വച്ചേക്കുന്ന നമ്മളെ നട്ട്സുകളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഇതുപോലെ അതിനകത്തേക്ക് അങ്ങോട്ട് കൊട്ടാട്ടാം. ഞാനിപ്പോൾ ഇത് കുറച്ച് ഒരുപാട് എടുത്തിട്ടില്ല, എല്ലാം തന്നെ കുറച്ച് വീതം എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് നമ്മളിങ്ങനെ ഒരുപാട് കഴിക്കണ്ട, നമ്മൾ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് കഴിച്ചാൽ മതി. ഇത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. മിക്കവരുടെ വീട്ടിൽ ഈ കൊക്കോ പൗഡറൊക്കെ ഇരിപ്പുണ്ടാവും, പിള്ളേരുള്ള വീടുകളിലൊക്കെ ഉണ്ടാവും. അപ്പം ഉള്ളവർക്ക് വേണമെങ്കിൽ 2 സ്പൂൺ കൊക്കോ പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ മതി. ഇനിയിപ്പോൾ അതൊന്നും ഇട്ടില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, നമ്മൾ ഈന്തപ്പഴം ചേർത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റും മധുരമായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഒന്നും ചേർക്കണ്ട, നമുക്കതൊന്ന് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. കറക്കി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്കൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് കുത്തിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾ പ്ലേറ്റിലേക്ക് ഇട്ട് കൊട്ടുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മളല്ലെങ്കിൽ ആ ഉണ്ട പിടിക്കുമ്പോഴല്ല നമ്മളത് ജസ്റ്റ് ഒന്ന് കറക്കിയില്ലേ, ആ കറക്കുന്ന ടൈമിലാണെങ്കിലും ഒരു 1-2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കറക്കണമെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ പ്ലേറ്റിലേക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തട്ടി ഒപ്പി ഒന്ന് മുറിച്ച് വയ്ക്കാം. ഇങ്ങനെ ശരിക്കും ഇതിങ്ങനെ കട്ട പോലെ വരും. ഇങ്ങനെ മുറിച്ച് വയ്ക്കിയിട്ട് നമ്മൾ ഈ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുവാണെങ്കിൽ സെറ്റായിട്ട് നമുക്ക് ഇങ്ങനെ പീസ് കഷ്ണങ്ങളായിട്ട് എടുത്ത് കഴിക്കാനായിട്ടുണ്ടാവും. ഇനിയിപ്പം പീസ് കഷ്ണങ്ങളൊന്നും വേണ്ട, ഉരുട്ടിയെടുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ പൊടി തന്നെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് ഉരുട്ടി കുഞ്ഞു ബോൾസ് ആക്കി എടുത്താൽ മതി. ഒരുപാട് കഴിക്കണ്ട കേട്ടോ, ഒരുപാട് കാൽസ്യം റിച്ച് ആണ്. അപ്പോൾ ഒരുപാട് കാൽസ്യം വേണ്ടല്ലോ, ഒരു ദിവസം ഒരു നുള്ളു മതി. അപ്പം ഇത് നിങ്ങൾ ചെറിയൊരു പീസ് അല്ലെങ്കിൽ ഒരു കുഞ്ഞി ബോളായിട്ട് എടുത്ത് കഴിച്ചിട്ട് നല്ല ചൂട് പാൽ രാത്രിയാണെങ്കിൽ കഴിക്കുന്നതെങ്കിൽ നല്ല ഉറക്കക്കുറവൊക്കെ ഉള്ള ടീമുകൾക്ക് നല്ല ഉറക്കം കിട്ടും. സ്പേം കൗണ്ട് വർദ്ധിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ. അപ്പം ഇതിങ്ങനെ കഴിക്കുവാണെങ്കിൽ മുടിയുടെ ആരോഗ്യത്തിന്, മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. നമ്മൾ അകത്തോട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇതാണ്. അപ്പം പ്രസവിച്ചെടുക്കുന്ന അമ്മമാർക്കൊക്കെ ഇത് കഴിക്കാം കേട്ടോ. കുട്ടികൾക്ക് മുലപ്പാൽ ഉണ്ടാവാനൊക്കെ ആയിട്ട് ഇതിങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഉണ്ടാക്കി നോക്ക്, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ ഇതിന്. അപ്പം ചൂട് പാലിന് ഒരേ ബോൾ വീതം കഴിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ടിപ്സ് മേടിച്ചിട്ടുണ്ട് പേജ് ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ. ബൈ.